3 മുഴമുണ്ട്. 50 രൂപ തന്നാ മതി. ഈ വാടിയ പൂവിന് 50 രൂപയോ? അത് കുറച്ച് കൂടുതലാ. ഞാൻ 3 മുഴം 75 രൂപയ്ക്കാ വിറ്റോണ്ടിരുന്നേ. ചേച്ചിക്ക് ആയതുകൊണ്ടാ 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞേ. എന്റെ പൊന്നോ, ഇത് അസാധ്യമായിട്ടാണ്. ഇനി തർക്കിക്കുന്നില്ല. ശരി, തന്നേക്കേ. നീ പറഞ്ഞ പോലെ മുല്ലമൊട്ടായിട്ട് മാറിയില്ലെങ്കിലും നാളെ ഞാനൊരു വരവ് വരും കേട്ടോ. ചേച്ചി വാ, നമുക്ക് കാണാം. ഞാനിവിടെയൊക്കെ തന്നെയാ സ്ഥിരമായിട്ട് നിൽക്കാറ്. കാണാം. അമൃതേച്ചി, വണ്ടി എടുക്ക. ഗോവിന്ദൻ പറഞ്ഞ പോലെ മനസ്സിൽ തോന്നിയ ഭയമൊക്കെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. എന്തൊക്കെയോ കുറെ പ്രതീക്ഷകള് ഉള്ളിലേക്ക് വന്ന് നിറയുന്ന പോലെ. എന്താടാ ബാലചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുകൂടി ഓർത്തു നോക്ക്. ഈ കൈകളിൽ നിന്ന് ഒരുപാട് ഉരുളകൾ കഴിച്ചിട്ടുണ്ട് നീ. ഈ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്താടാ? എനിക്ക് വിശ്വസിക്കാമോ? എന്റെ ദ്രൗപദി അമ്മയല്ലേ? അതേടാ മോനെ, നിന്റെ ദ്രൗപദി അമ്മ തന്നെയാ. അമ്മേ,
അമ്മേ, ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ ഭഗവതി ഇങ്ങനൊരു ഭാഗ്യം തന്നല്ലോ. നീയും എന്റെ മോനല്ലേടാ. കണ്ണടയും മുന്നേ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ തേടി പിടിച്ച് ഇവിടം വരെ എത്തിയത്. ഊഹിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. മുഖമൊക്കെ ഒരുപാട് മാറിപ്പോയല്ലോ. എടാ, നീ എന്റെ പരമേശ്വരനല്ലേ? ഞാൻ നിന്റെ പരമേശ്വരൻ തന്നെ. അതേടാ, ഞാൻ നിന്റെ പരമേശ്വരൻ തന്നെ. ദേ, ഗോവിന്ദനോട് ചോദിച്ചു നോക്ക്. നീ ഇപ്പോഴും മിനിറ്റുകൾക്ക് മുമ്പ് പോലും നിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചോദിച്ചു നോക്ക്. ഏതോ ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നുക. നിങ്ങളെ ഒന്നും നേരിട്ട് കണ്ട് പരിചയം പോലും ഇല്ല. പക്ഷേ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങളുടെ പേരുകൾ ഞാൻ കേൾക്കാറുണ്ട്. ദ്രൗപദി അമ്മയെന്നും പരമേശ്വരനെന്നും പറയാത്ത ഒരു ദിവസം പോലും ബാലന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് പാടുപെട്ടടാ നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ. അല്ല, ഇവരൊക്കെ ആ വാ, ഇതെന്റെ ഭാര്യ ശ്യാമള. അപ്പോ ഈ മോളും മോനും നിന്റെ മക്കളായിരിക്കും അല്ലേ? ഇതെന്റെ മോള് അഞ്ജന. എടാ, ഇവൻ നമ്മുടെ കുഞ്ഞിപ്പക്കളില്ലേ സീതാമണി, അവളുടെ മോനാ ഇവളുടെ മുറച്ചിറക്കൻ. മോനെ, നിന്റെ അമ്മയെ ഞാൻ ദേ ഈ പരുവത്തിലേ കണ്ടിട്ടുള്ളൂ. പരമേശ്വരന്റെ പെങ്ങളായിരുന്നെങ്കിലും അവൾ സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ചത് എന്നെയായിരുന്നു. വേറൊരു കാര്യമുണ്ട്. എന്താ ഗോവിന്ദ? ഇന്ന് അമ്പലത്തിൽ വെച്ച് വെളിച്ചപ്പാട് ഒരാളുടെ കഴുത്തിൽ വാള് വെച്ച് ഒരു കുടുംബത്തെ പൂജാസ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ?